അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നത്. ജമാഅത്ത് നമസ്കാരം സംഘടിത നമസ്കാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും അതിന്റെ അനിവാര്യതയുമാണ് നമ്മൾ വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിനേക്കാൾ മഹത്തരമായിട്ടാണ് സുബഹ് ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബഹ്ക്ക് പള്ളിയിൽ വന്ന സന്ദർഭത്തിൽ സുലൈമാൻ ഇബ്നു അബി ഹസ്മ എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈയെ കാണാനില്ല. സുബഹ്ക്ക് പള്ളിയിൽ വന്നിരുന്നില്ല. ഈ സുലൈമാൻ ഇബ്നു അബി ഹസ്മ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്ത്രീകൾക്ക് ഇമാമായിട്ട് റമദാനിൽ നിസ്കരിച്ചിരുന്ന ഇമാമും കൂടിയായിരുന്നു. അത്രമാത്രം വിവരമുള്ള പണ്ഡിതനാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാതായി ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിലേക്ക് പോയി. ഈ സുലൈമാനുബിന്റെ വീട് മാർക്കറ്റിന്റെയും പള്ളിന്റെയും ഇടയിലായിട്ടാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ സുലൈമാൻ ഇബ്നു അബി ഹസ്മ എന്ന് പറയുന്ന സഹാബിന്റെ താബിഈയുടെ ഉമ്മയുടെ അടുക്കൽ, ഉമ്മ സുലൈമാന്റെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, സുലൈമാനെ സുബഹ്ക്ക് ഇന്ന് കണ്ടിട്ടില്ലല്ലോ, എന്താന്ന് പള്ളിയിൽ വരായിരുന്നത്. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, സുലൈമാൻ ഇന്നലെ രാത്രി നിന്ന് ദീർഘനേരം നിസ്കരിച്ച് ക്ഷീണായിരുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണ് ഒന്ന് മയങ്ങിപ്പോയതാണ്, അതാണ് സുബഹ്ക്ക് വരാതിരുന്നത്. രാത്രി കൂടുതൽ നേരം നിന്ന് നിസ്കരിച്ചതുകൊണ്ട് സുബഹ്ക്ക് ജമാഅത്തിന് വരാൻ പറ്റിയില്ല. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅൻ അഷ്ഹദ സലാത്ത സുബ്ഹി ഫിൽ ജമാഅ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈല. സുബഹ് നമസ്കരിച്ച് ജമാഅത്തില് സുബഹ് നമസ്കരിക്കുക എന്നുള്ളത് രാത്രിയിൽ മുഴുവൻ നിന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ്. അതായത് ഒരാൾ ഒരു ഫർള് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു നിർബന്ധ കാര്യം ഒഴിവാക്കി എത്ര സുന്നത്ത് ചെയ്താലും അതുകൊണ്ട് കാര്യമല്ല എന്നുള്ളതാണ്. അപ്പൊ നിർബന്ധമാണ് പ്രധാനം, ഫർള്. അത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, വിശദീകരിച്ചു. അതിന് കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇളവ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ, ഒരാൾ ജമാഅത്തായിട്ട് സുബഹ് നിസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, എന്നിട്ട് നിസ്കാര ശേഷം അവിടെ തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി, ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ നിന്ന് ഇരുന്ന് ആ സ്ഥലത്ത് തന്നെ ദിക്റുകൾ ചൊല്ലി, സുമ്മ സല്ല റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത് ഇശ്റാഖ് നമസ്കരിക്കുകയും ചെയ്താൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. എന്തേ വേണ്ടുള്ളൂ, സുബഹ്ക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ജമാഅത്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് സൂര്യ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ, അതായത് ളുഹന്റെ സമയം ഇശ്റാഖിന്റെ സമയമാകുന്നത് വരെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് പിന്നെ ആ 2 റക്അത്ത് ഇശ്റാഖ് നിസ്കരിച്ച് പോവുകയാണെങ്കിൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. താമ്മത്തിൻ 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 3 പ്രാവശ്യം പറഞ്ഞു. പൂർണ്ണമായ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഈ വ്യക്തിക്ക് കിട്ടും. പാവങ്ങളായ ദരിദ്രരായ ആളുകൾക്ക്, ഹജ്ജിന് പോകാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഈ ഇബാദത്ത് കൊണ്ട് അവർക്ക് ആ പ്രതിഫലം കൊടുക്കും എന്നാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ ഇതിൽ സ്ത്രീകൾക്ക് ജമാഅത്തിന് വരലെന്തില്ല, നിർബന്ധമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് പണ്ഡിതന്മാർ ചോദിക്കാറുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹദീസിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് പറഞ്ഞത്. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് സ്ത്രീകൾ അവര് ഈ ഉദ്ദേശത്തോടു കൂടി, ഈ പ്രതിഫലം എനിക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടെ അവർ നിസ്കരിക്കുന്ന, അവരുടെ വീട്ടിൽ അവരുടെ റൂമിന്റെ ഉള്ളിൽ നിസ്കരിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ദിക്റുകളുമായിട്ട് ഇരുന്ന് ഇശ്റാഖ് നിസ്കരിക്കുന്നവരിരുന്ന് ഇശ്റാഖ് നിസ്കരിച്ചാൽ അവർക്കും ഈ പ്രതിഫലം ആഗ്രഹിക്കാവുന്നതാണ്, ലഭിക്കാവുന്നതാണ്. യുർജ ലഹു സവാബ് എന്നാണ് പണ്ഡിതന്മാരെ അതിനെക്കുറിച്ച് പറഞ്ഞത്. പ്രതിഫലം അവർക്കും ലഭിക്കും എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ അബ്ദുറഹ്മാൻ ബിൻ അബി അംറ എന്ന് പറയുന്ന താബിഈയാണ് അദ്ദേഹം പറയാണ്, ദഖല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൽ മസ്ജിദ ബഅദ സലാത്തുൽ മഗ്രിബ്,
മഗ്രിബ് നിസ്കാര ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നിട്ട് ഫഖഅദ വഹ്ദഹു, അദ്ദേഹം ഒരു ഭാഗത്ത് ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഈ താബി അബ്ദുറഹ്മാൻ ബിൻ അബി അംറ പറയാണ് ഞാനും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി ഇരുന്നു. ആ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, യബ്ന അഖി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ സഹോദരപുത്ര, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ, അത് പള്ളിയിലെ ജമാഅത്തിൽ ഇശാ നിസ്കാരത്തിന് പങ്കെടുത്താൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി സമയം അവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം അവനുണ്ട്. രാത്രി പകുതി നേരം നിന്ന് ഖിയാമുൽ ലൈൽ, രാത്രി ദീർഘനേരം നിന്ന് നിസ്കരിച്ച കൂലി അവന് കിട്ടും. എന്നിട്ട് പറഞ്ഞു, ഒമൻ സല്ല സുബ്ഹ, ഒരാൾ സുബ്ഹ് നിസ്കാരത്തിൽ നിന്ന് ഫീ ജമാഅത്തിൻ, ജമാഅത്തായിട്ട് പങ്കെടുത്താൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നിന്ന് ഇബാദത്ത് ചെയ്ത കൂലി അവന് കിട്ടും. അപ്പൊ രാത്രി മുഴുവൻ നിന്നിട്ട് സുബ്ഹ് ജമാഅത്ത് നഷ്ടപ്പെടുത്തല്ല വേണ്ടത്, രാത്രി കഴിയുന്നത്ര കുറച്ചു നേരങ്ങളിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് സുബ്ഹ് ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇബാദത്തും ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സുബ്ഹ് ജമാഅത്ത് നിസ്കരിക്കുന്നതോടെ അവൻ രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും എന്നാണ് ഈ ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആകബൂന ഫീകും മലായികത്തും ബിൽ ലൈലി വ മലായികത്തും ബിൻ നഹാർ, രാത്രിയിലും പകലിലുമായിട്ട് മലക്കുകൾ നിങ്ങളിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. രാത്രി മലക്കുകൾ വരുന്നു, പകല് വരുന്നു. ഇവരിങ്ങനെ പകലുള്ളവർ പോകുമ്പോ രാത്രിയുള്ളവർ വരും, രാത്രിയുള്ളവർ പോകുമ്പോൾ പകലുള്ളവർ, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈജ്തമിഉന ഫീ സലാത്തുൽ അസ്ർ ഫീ സലാത്തുൽ ഫജ്രി വ സലാത്തുൽ അസ്ർ, ഈ രണ്ടു കൂട്ടം മലക്കുകളും ഫജ്ർ നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും ഒരുമിച്ച് കൂടുന്നു. അവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? ജമാഅത്തിന് ഉണ്ടാവും. സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും, ഈ ഫജ്റിന് വരുന്ന മലക്കുകൾ വരുമ്പോ രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകൾ എന്ത് ചെയ്യും? കയറിപ്പോവും, അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലും. ഫയസ്അലുഹും വഹുവ അലമു ബിഹിം, അള്ളാഹ്ക്കറിയാം ഇവരെ കുറിച്ചെല്ലാം, എല്ലാ സൃഷ്ടികളെ കുറിച്ചും അള്ളാഹ്ക്കറിയാം. എന്നാൽ ഈ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ വരുമ്പോ എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്? ഫയഖൂലൂന, അപ്പൊ ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോ അവർ നിസ്കാരത്തിലാണ്. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുന്ന സന്ദർഭത്തിലും അവർ നിസ്കാരത്തിലായിരുന്നു, അസ്ർ നിസ്കാരത്തിലായിരുന്നു, പോകുന്ന സന്ദർഭത്തിൽ ഫജ്ർ നിസ്കാരത്തിലാണ് തിരിച്ചും. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ മലക്കുകളുടെ സാന്നിധ്യം കിട്ടുകയും നമ്മളെക്കുറിച്ച് അള്ളാഹുവിനോട് മലക്കുകൾ പുകഴ്ത്തി പറയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് ഈ ഹദീസൊക്കെ നമ്മ പഠിപ്പിക്കുന്നത്. അതേപോലെ ഒരിക്കല് ജരീർ ഇബ്നു അബ്ദുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, അദ്ദേഹം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു, ഞങ്ങൾ നബിയുടെ അടുത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫനളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്ർ, ഒരു 14-ാം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഇപ്പോൾ ഈ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാം. ലാ തുലാമൂന ഫി റുയതിഹി, അവനെ കാണുന്നതിൽ നിങ്ങൾക്ക് ഒരു മറയുമില്ലാതെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് റബ്ബിനെ കാണാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, അത് കാണാനാണ് എന്താണ് മാർഗമുള്ളത്? ഫൈനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലൂ, അത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പുള്ള ഫജ്ർ നിസ്കാരത്തിന്റെ കാര്യത്തിലും അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള അസ്ർ നിസ്കാരം, ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ പരാജയപ്പെടാതെ അത് കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിക്കുക, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും എന്ന്. അപ്പൊ ഈ ഹദീസുകളൊക്കെ ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സർവശക്തനായ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.